ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് വന്നിട്ട് SCERT സബ്ജക്ട്സിൽ പറഞ്ഞിട്ടുള്ള ഊർജം എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇതിൽ ഞാൻ 10ാം ക്ലാസ്സിലെയും അതുപോലെ 6ാം ക്ലാസ്സിലെയും ചാപ്റ്റേഴ്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഊർജം എന്ന് പറയുന്നത് നമുക്ക് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി വയ്ക്കാൻ കഴിയുന്നതാണ്. നമുക്കറിയാലോ, സൗരോർജ്ജത്തിന് നമ്മൾ സംഭരിച്ച് വെക്കില്ല. അതുപോലെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലും മാറ്റാവുന്നതാണ് ഈ ഊർജം എന്ന് പറയുന്നത്. ഊർജം 2 തരത്തിൽ നമ്മൾ പ്രധാനമായി പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് യാന്ത്രികോർജം, ഒന്ന് രാസോർജം. എന്താണ് യാന്ത്രികോർജം എന്ന് പറയുന്നത്? വൈദ്യുതോർജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാവുന്ന ഊർജമോ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യാത്രാഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ യാന്ത്രികോർജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ യാന്ത്രികോർജം പറ്റി തന്നിട്ടുള്ളത്? വൈദ്യുതോർജമോ അല്ലെങ്കിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാവുന്ന ഊർജമോ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ യാന്ത്രികോർജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. രാസോർജം. എന്താണ് രാസോർജം? പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം എന്ന് പറയുന്നത്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജമാണ് രാസോർജം. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. അപ്പോൾ സൗരോർജത്തെ നമ്മൾ ഒരു ഊർജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും പറഞ്ഞു അല്ലേ? അപ്പോൾ പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ എന്ത് ചെയ്യും? സൗരോർജത്തെ രാസോർജത്തിലേക്ക് മാറ്റിവെക്കും. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നു. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജമാണ്. എല്ലാ വസ്തുക്കളിലും രാസോർജമുണ്ട്. അപ്പോൾ ഈ വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. എല്ലാ വസ്തുക്കളിലും എന്തുണ്ട് എന്നാണ് പറയുന്നത്? രാസോർജം എന്ന് പറയുന്നത് ഉണ്ട്. ഇനി എന്താണ് അവസ്ഥാ മാറ്റം എന്ന് പറയുന്നത്? വസ്തുക്കൾക്ക് മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും പുറത്തു വിടുമ്പോഴും അവസ്ഥാ മാറ്റത്തിന് വിധേയമാവുന്നു. അതായത് വസ്തുക്കൾ മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും അതുപോലെ പുറത്തു വിടുമ്പോഴും അവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. താപോർജം സ്വീകരിച്ചു ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നു. ഊർജം പുറത്തുവിട്ട് വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നു. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെള്ളം പറയണ കാരണം ഐസാക്കും. ഐസ് താപോർജം സ്വീകരിച്ചിട്ട് എന്തായി മാറും? ദ്രാവകാവസ്ഥയിലുള്ള ജലമായി മാറും. ജലം എന്ത് ചെയ്യും? വീണ്ടും താപോർജം സ്വീകരിച്ചിട്ട് വാതകാവസ്ഥയിലുള്ള നീരാവിയായി മാറും. നീരാവി താപോർജം നഷ്ടപ്പെടുമ്പോൾ എന്തായി മാറും? അത് വീണ്ടും ജലമായി മാറും. അത് വീണ്ടും താപോർജം നഷ്ടപ്പെടുമ്പോൾ ഐസായി മാറുകയും ചെയ്തു. ആദ്യം ഐസിൽ നിന്ന് താപോർജം സ്വീകരിച്ചു ദ്രാവകമായും, ദ്രാവകത്തിൽ നിന്ന് വീണ്ടും താപോർജം സ്വീകരിച്ച് അത് വാതകവുമായി മാറും. വാതകത്തിൽ നിന്ന് വീണ്ടും അതിന് താപോർജം നഷ്ടപ്പെടുത്തിയിട്ട് അത് ജലമായി മാറും. ജലത്തിൽ നിന്ന് വീണ്ടും അതിൻ്റെ താപോർജം നഷ്ടപ്പെടുത്തിയിട്ട് ഐസായി മാറും എന്നതാണ് പറയുന്നത്. അതാണ് ഈ അവസ്ഥാ മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയണമെന്ന് പറഞ്ഞാൽ ഈ ഐസ് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് അവസ്ഥാ മാറ്റമാണ്. ഇനി എന്താണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്? എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്? അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ. അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ്. നമ്മൾ പുറമേ കാണുന്ന ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളെയാണ് ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുന്നത്. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതുമായ എല്ലാം ഭൗതിക മാറ്റങ്ങളാണ്. വികസിക്കുക, വലുതാകുക, ബലൂണിൽ ഊതി വികസിക്കുന്ന പോലെ വികസിക്കുന്നത്, നെയ്യ് ഉരുകുന്ന പോലെ ഉരുകുന്നത്, പൊട്ടുന്നത്, കീറുന്നത് എല്ലാം എന്താണ്? ഭൗതിക മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുകയൊന്നുമില്ല. ഭൗതിക മാറ്റങ്ങൾ മൂലം എന്ത് ചെയ്യില്ല? പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവത്തില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് രാസമാറ്റം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്ത് മാറ്റമാണ് പറഞ്ഞത്? അവസ്ഥാ മാറ്റം പറഞ്ഞു, ഭൗതിക മാറ്റം പറഞ്ഞു. ഇനി അടുത്തതുള്ളത് രാസമാറ്റമാണ്. എന്താണ് രാസമാറ്റം എന്ന് പറയുന്നത്? കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? പദാർത്ഥങ്ങളുടെ ഊർജം സ്വീകരിക്കുകയോ പുറത്തു വിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റങ്ങൾ. രാസമാറ്റം എന്ന് പറയുന്നത് സ്ഥിരമാണ്. അതായത് പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്നതിനെയാണ് രാസമാറ്റം എന്ന് പറയുന്നത്.
ഈ രാസമാറ്റം എന്താണെന്ന് പറഞ്ഞത്, അത് ഊർജം സ്വീകരിച്ച് പുറത്തുവിടുകയോ പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റം. അതിന് സ്ഥിരമാണെന്ന് പറഞ്ഞു. അതായത് അത് മാറിക്കഴിഞ്ഞു പറഞ്ഞാൽ അത് തിരിച്ച് വീണ്ടും അതിലേക്ക് വരാൻ പറ്റില്ല. ഈ വസ്ത്രങ്ങൾ വെയിലേറ്റ് നിറം മങ്ങിയതൊക്കെ വീണ്ടും അതേ നിറത്തിലേക്ക് വരാനൊന്നും പറ്റില്ലല്ലോ. അതുപോലെയുള്ളതിനെയാണ് പറയുന്നത്. മാങ്ങ പഴക്കുന്നത്, അതൊക്കെ ഒരു രാസമാറ്റത്തിന് ഉദാഹരണമായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് 6ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആ ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുകയാണ് പറഞ്ഞാൽ നമുക്ക് ഉപകാരപ്രദമാവും. മാറ്റത്തിൻ്റെ പൊരുൾ എന്ന് പറഞ്ഞ 2ാമത്തെ ചാപ്റ്ററിലാണ് ഊർജത്തെക്കുറിച്ചുള്ള ഇത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് ഫിസിക്സിലെ ഊർജ പരിപാലനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് വലിയ ക്ലാസ്സിലേക്ക് പോകുന്തോറും പഠിക്കാനുള്ളതും അതിൽ നൽകിയിട്ടുള്ളതും ഒക്കെ കാര്യങ്ങളൊക്കെ കൂടുതലായി അവർ നൽകും. അപ്പോൾ നമുക്ക് ഇനി ഈ ക്ലാസ്സിലെ ഈ വിഷയങ്ങൾ കൂടി നോക്കാം. കായികോർജം മുതൽ വൈദ്യുതോർജം വരെ അനേകം ഊർജ്ജ രൂപങ്ങൾ നാം ഉപയോഗിക്കുന്നുണ്ട്. ഇന്ധനങ്ങൾ, സൂര്യൻ, പവർ സ്റ്റേഷൻ എന്നിങ്ങനെ വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നാണ് ഈ ഊർജ്ജ രൂപങ്ങൾ ലഭിക്കുന്നത്. മനുഷ്യന്റെ പുരോഗതിക്കനുസരിച്ച് യാത്രയുടെ വേഗവും പാർപ്പിട സൗകര്യവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. വ്യവസായശാലകളും അനുബന്ധ സംവിധാനങ്ങളും വർദ്ധിപ്പിക്കേണ്ടതായി വരികയും ചെയ്തു. ഇത് വ്യത്യസ്ത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജത്തെ ആവശ്യാനുസരണം വിവിധ ഊർജ്ജ രൂപങ്ങളാക്കി മാറ്റി ഉപയോഗിക്കേണ്ട സാഹചര്യം അനിവാര്യമാക്കുകയുണ്ടായി. ഊർജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുമ്പോൾ കുറച്ചു ഭാഗം മറ്റു ഊർജ്ജ രൂപങ്ങളിൽ നഷ്ടപ്പെടുന്നുണ്ട്. ഈ നഷ്ടം ഊർജ്ജ പ്രതിസന്ധിക്ക് പ്രധാന കാരണവുമാണ്. വിവിധ പ്രവർത്തനങ്ങൾ ഏതൊക്കെ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കണമെന്നും അത് പാഴായി പോകാതെ യുക്തിസഹവും ശാസ്ത്രീയവുമായി ഉപയോഗിക്കേണ്ടതും ഇന്നിൻ്റെ അനിവാര്യമാണ്. അപ്പോൾ നമുക്ക് വിവിധ ഊർജ്ജ സ്രോതസ്സുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ധനങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഊർജ്ജ സ്രോതസ്സാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യൻ ആദ്യമായി ഉണ്ടാക്കിയെടുത്ത ഊർജ്ജ രൂപം താപമായിരിക്കും. അപ്പോൾ നമുക്കറിയാം, തീയുടെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. കല്ലുകൾ തമ്മിൽ ഉരതിയിട്ടാണ് തീ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മനുഷ്യൻ ആദ്യമായി ഉണ്ടാക്കിയെടുത്ത ഒരു ഊർജ്ജ രൂപം ഏതാണ്? താപോർജ്ജമായിരിക്കും. കാട്ടു തീ ഉണ്ടായപ്പോൾ താപമുണ്ടായി. അതിനുശേഷം ആ താപോർജ്ജം വിറകുപയോഗിച്ച് വീണ്ടും ഉണ്ടാക്കി. അപ്പോൾ ആദ്യത്തെ ഇന്ധനവും എന്തായിരിക്കും? വിറക് തന്നെയായിരിക്കും. കത്തുമ്പോൾ ധാരാളമായി താപം പുറത്തുവിടുന്നതാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്? കത്തുമ്പോൾ ധാരാളമായി താപം പുറത്തുവിടുന്നതിനെയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഖരമായിട്ടും ദ്രാവകമായിട്ടും വാതകമായിട്ടും എല്ലാം എന്തുപയോഗിക്കുന്നുണ്ട്? ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. വിറക് ഖരമായിട്ടുള്ളതിന് ഒരു ഉദാഹരണമാണ് വിറക് എന്ന് പറയുന്നത്. ദ്രാവകം മണ്ണെണ്ണയായാലും അതുപോലെ ബയോഗ്യാസായ വാതകമായാലും പല രൂപത്തിലുള്ള ഇന്ധനങ്ങൾ നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇന്ധനങ്ങളുടെ ജ്വലനം. ഇന്ധനങ്ങൾ ജ്വലിക്കുന്നത് ഓക്സിജന്റെ സഹായത്താലാണ്. ഇന്ധനങ്ങൾ പൊതുവെ ഓക്സിജനുമായി തീക്ഷ്ണവുമായി പ്രവർത്തിച്ച് താപവും പ്രകാശവും അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും ഉണ്ടാക്കുന്നതാണ് പൂർണ്ണജ്വലനം എന്ന് പറയുന്നത്. അപ്പം എന്താണ് പൂർണ്ണജ്വലനം എന്ന് പറഞ്ഞാൽ, ഇന്ധനങ്ങൾ പൊതുവെ ഓക്സിജനുമായി തീക്ഷ്ണമായി പ്രതിപ്രവർത്തിച്ച് താപവും പ്രകാശവും അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും ഉണ്ടാക്കുന്നതാണ് പൂർണ്ണജ്വലനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, തീ കത്തുമ്പോൾ താപം ഉണ്ടാവും, പ്രകാശം ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, അതിനോട് ഒരു നീരാവിയും കൂടി പഠിച്ചു വെക്കുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പൂർണ്ണജ്വലനം എന്ന് പറയുന്നത്. കമ്പസ്റ്റൻസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാം. നമ്മൾ ഇംഗ്ലീഷും പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കാം. അപ്പോൾ എന്താണ് പൂർണ്ണജ്വലനം എന്ന് മനസ്സിലായല്ലോ. ആവശ്യമായ അളവിൽ ഓക്സിജൻ ലഭിക്കുന്നില്ലെങ്കിൽ ജ്വലനത്തിൻ്റെ തോത് കുറയും. ആവശ്യമായ അളവിൽ ജ്വലനം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഓക്സിജൻ ലഭിക്കുന്നില്ല പറഞ്ഞാൽ എന്ത് ചെയ്യും? അതിൻ്റെ ജ്വലനത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് കുറയും. ഓക്സിജൻ്റെ അളവ് കുറഞ്ഞാൽ കൂടുതൽ കാർബൺ മോണോക്സൈഡും കരിയും കുറഞ്ഞ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക? കൂടുതൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. കുറഞ്ഞ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. ഇത്തരമുള്ള ജ്വലനമാണ് ഭാഗിക ജ്വലനം. അപ്പോൾ നമ്മൾ പൂർണ്ണ ജ്വലനം പറഞ്ഞു, രണ്ടാമത് ഭാഗിക ജ്വലനം. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ കാർബൺ മോണോക്സൈഡും അതുപോലെ കുറഞ്ഞ അളവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഭാഗിക ജ്വലനം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ കലരുന്ന കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട്
നമുക്കറിയാലോ. പിന്നീട് നമുക്ക് ഓക്സിജൻ സ്വീകരിക്കാൻ, നമ്മുടെ ശരീരത്തിന് ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയാതെയാവും. അതാണ് കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പുകയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ അനുവദിക്കപ്പെട്ട അളവിലും കൂടുതൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പുക പരിശോധന നടത്തുന്നത്. അടുത്തത് ഫോസിൽ ഇന്ധനങ്ങൾ. ഇനി എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ നോക്കാം. ഫോസിൽ ഇന്ധനങ്ങൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജീവികളും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവ ഫോസിൽ ഇന്ധനങ്ങളാണ്. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്ന് പറയുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരുപാട് മുൻപ് കാലത്ത് പല കാരണങ്ങളാൽ മണ്ണിനടിയിൽപ്പെട്ടു പോയ ജീവികളുടെയൊക്കെ അവശിഷ്ടങ്ങൾ എന്തായി മാറും? ഫോസിലുകളായി മാറുന്നതാണെന്ന് പറയാം. ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടാവുന്നവയാണ് ഈ ഫോസിലുകൾ എന്ന് പറയുന്നത്. ഇവ ഉപയോഗിച്ച് തീരുന്നതിനനുസരിച്ച് പുനരുൽപ്പാദിപ്പിക്കുന്നില്ല. അതിനാൽ ഇവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സാണ്. അപ്പം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. എത്രയോ ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ഭൂമിയിൽ പെട്ടുപോയതാണ്. അതുപോലെ ഇനിയും അത് വീണ്ടും പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് നമുക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പം നമ്മൾ അതിൽ ഫോസിൽ ഇന്ധനത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് പറഞ്ഞു. എന്താണ്? കൽക്കരി, കോൾ. എന്താണ് കൽക്കരി? ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരിയാണ്. കൽക്കരിയിലെ പ്രധാന ഘടകം കാർബണാണ്. അടങ്ങിയിട്ടുള്ള കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, കോൾ, ആന്ത്രാസൈറ്റ് എന്നിങ്ങനെ 4ആയി തരംതിരിച്ചിട്ട്. അപ്പോൾ കൽക്കരിയുടെ ഇനങ്ങൾ ഏതൊക്കെയാണ്? പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, കോൾ, ആന്ത്രാസൈറ്റ് എന്നിങ്ങനെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ശോധനം ചെയ്താൽ അമോണിയം, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവ ലഭിക്കും. അപ്പോൾ കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ശോധനം ചെയ്താലാണ് എന്ത് ലഭിക്കുക? കോൾ ഗ്യാസും കോൾ ടാറും കോക്കും ലഭിക്കുന്നത്. അപ്പോൾ കൽക്കരിയിൽ നിന്നാണ് ഈ 3 ലഭിക്കുന്നത് എന്ന് ഓർത്ത് വയ്ക്കാം. അടുത്തത് CNG, LNG, LPG. CNG, LNG, LPG. പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതിവാതകങ്ങളിൽ നിന്നാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും അതായത് CNGയും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്ന LNGയും നിർമ്മിക്കുന്നത്. ഇവയിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് മീഥെയ്നാണ്. അപ്പോൾ CNGയിലെയും LNGയിലെയും പ്രധാന ഘടകം എന്താണ്? മീഥെയ്നാണ്. ഇവ വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ CNG, LNG എന്നിവ എവിടെ ഉപയോഗിക്കുന്നതാണ്? വാഹനങ്ങളിലും വ്യവസായശാലകളിലും ഉപയോഗിക്കുന്നതാണ് ഈ CNGയും LNG എന്ന് പറയുന്നത്. അതിൽ മുഖ്യ ഘടകം ഏതാണ്? മീഥെയ്നാണ്, മറക്കരുത്. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായി ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നതാണ് LNGയുടെ പ്രാധാന്യം. അപ്പോൾ LNGയുടെ പ്രാധാന്യം എന്താണ്? പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമാക്കി ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനിലൂടെ വിതരണം ചെയ്യാനും കഴിയും. പൈപ്പ് ലൈനിലൂടെ ഇത് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? വാതകമാക്കിയിട്ട് വിതരണം ചെയ്യാൻ കഴിയും. ഇത് LNGയുടെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. എന്നാണ് LPG? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. LPG എന്ന് പറയുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നതാണ് LPGയുടെ പൂർണ്ണരൂപം. പെട്രോളിയം അംശിക ശോധനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത ഒരു വാതകമാണിത്. എന്ത് ചെയ്തിട്ടാണ് കിട്ടുന്നത്? അംശിക ശോധനം ചെയ്തിട്ടാണ്. നേരത്തെ നമ്മൾ കൽക്കരി ശോധനം ചെയ്തിട്ട് അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവ ലഭിക്കുമെന്ന് പറഞ്ഞു. ഇത് പെട്രോളിയത്തെ അംശിക ശോധനം ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? LPG കിട്ടുന്നത്. അതിന് നിറമോ മണമോ ഇല്ലാത്ത ഒരു വാതകമാണ്. നമ്മൾ ഗ്യാസും പോകുമ്പോൾ മണക്കണം എന്ന് പറയില്ലേ? ശരിക്കും പറഞ്ഞാൽ അതിന് നിറമോ മണമോ ഒന്നുമില്ലാത്ത ഒരു വാതകമാണ് ഈ LPG എന്ന് പറയുന്നത്. ഗാർഹിക LPGയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായി ഈഥേൻ മെർക്യാപിറ്റൽ കലർത്തുന്നത് കൊണ്ടാണ് അതിന് മണമുണ്ടാകുന്നത്. അപ്പോൾ ആ മണം വരാൻ വേണ്ടി എന്താ കലർത്തുന്നത്? ഈഥേൻ മെർക്യാപിറ്റൽ കലർത്തുന്നതുകൊണ്ടാണ് ആ മണം വരുന്നത്. അപ്പോൾ LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടൈനാണ്. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടൈനും CNG, LNG എന്നിവയിലെ മുഖ്യ ഘടകം മീഥെയ്നുമാണ്. അപ്പോൾ അത് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് LPGയും സുരക്ഷയും.
ഗാർഹിക ആവശ്യങ്ങൾക്ക് ലഭിക്കുന്ന പാചകവാതക സിലിണ്ടറുകളുടെ കാലാവധി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിലിണ്ടറുകളുടെ മുകൾ ഭാഗത്തായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഉദാഹരണമായി A24 എന്നാണെങ്കിൽ A ജനുവരി മുതൽ മാർച്ച് വരെ എന്നും 24 എന്നത് വർഷത്തെ, അതായത് 2024 എന്നും കുറയ്ക്കുന്നു. അപ്പോൾ A എന്ന് പറയുന്നത് ജനുവരി മുതൽ മാർച്ച് വരെ എന്നാണ്. ഈ സിലിണ്ടറിൽ 2024 മാർച്ച് വരെ കാലാവധി ഉണ്ടെന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. B എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ അത് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്, 3 മാസം. B എന്നാൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ അത് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. C എന്നാണെങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയും. D എന്നാണെങ്കിൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയും ഉപയോഗിക്കാം എന്നാണ് കാണിക്കുന്നത്. LPGയുടെ മണം അനുഭവപ്പെട്ടാൽ ചുരുങ്ങിയത് 3% LPG അന്തരീക്ഷ വായുവിൽ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ LPGയുടെ മണം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഓർത്തോളുക എന്താണ്, 3% LPG എന്തുണ്ട്, നമ്മുടെ അന്തരീക്ഷ വായുവിലുണ്ട്. വായുവിലെ LPGയുടെ 2% സാന്നിധ്യം പോലും തീപിടുത്തത്തിന് കാരണമാവാം. LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. ചില പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. LPGയുടെ വാതകത്തിൻ്റെ മണം അനുഭവപ്പെട്ടാൽ വൈദ്യുതി സ്വിച്ചുകൾ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ അരുത്. LPG ചോർച്ചയുണ്ടായി തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ തീയുടെ ചൂട് മൂലം സിലിണ്ടർ ടാങ്കുകൾ ചൂടാവുകയും ദ്രാവക LPG വാതകമാവുകയും ഉള്ളിൽ മർദ്ദം അധികരിക്കുകയും ചെയ്യും. വാതക LPG വികസിക്കാനുള്ള കഴിവ് 250 മടങ്ങാണ്. വാതക LPGയുടെ വികസിക്കാനുള്ള കഴിവ് എത്രയാണ്? 250 മടങ്ങാണ്. അപ്പോൾ അത് വികസിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ സിലിണ്ടർ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. LPG വാതകമാവുമ്പോൾ ആ വാതകത്തെ സിലിണ്ടറിന് ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും മർദ്ദം ക്രമാതീതമായി വളർന്ന് ഉഗ്ര സ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും. ഇത് ബ്ലെവി എന്നറിയപ്പെടുന്നു. ഈ LPG സുരക്ഷ എന്നുള്ളതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞത് ആ വർഷങ്ങളാണ്. A24, A എന്ന് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച്, B എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂണ്, C എന്ന് പറഞ്ഞാൽ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ, D എന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നാണ്. പിന്നെ എഴുതിയ 24, 25 എന്നുള്ളത് വർഷങ്ങളാണ്. അതുവരെ ഉപയോഗിക്കാം. 2024 വരെ കാലാവധി ഉള്ളതാണ് എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതുപോലെ ഈ സ്മെല്ല് വരികയാണെന്ന് പറഞ്ഞാൽ ഈഥേൻ മെർക്യാപിറ്റലിൻ്റെ സ്മെല്ലാണ് ആ വരുന്നത് എന്ന് പറഞ്ഞു. LPGയിൽ ഈഥേൻ്റെ സ്മെല്ലാണ് വരുന്നത്. അതിൽ മുഖ്യ ഘടകം ബ്യൂട്ടൈൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ മണം വരികയാണെന്ന് പറഞ്ഞാൽ 3% അന്തരീക്ഷ വായുവിൽ എന്തുണ്ട് എന്നാണ് അർത്ഥം? LPG ഉണ്ട് എന്നാണ് അർത്ഥം. 2% ഉണ്ടെങ്കിൽ പോലും അതെന്താണ്? തീപിടുത്തത്തിന് കാരണമാവാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ LPG ചോർച്ചയുണ്ടായിട്ട് തീപിടുത്തം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും എന്നാണ് പറയുന്നത്? നമ്മുടെ സിലിണ്ടർ ചൂടാവുകയും ദ്രാവകം എന്തായി മാറുകയും ചെയ്യുന്നു? LPG ദ്രാവകം പോയിട്ട് വാതകമായി മാറും. അപ്പോൾ വാതകമാകുമ്പോൾ എന്ത് ആവും എന്നാണ് പറയുന്നത്? ഇവിടെ മർദ്ദം കൂടും എന്ന് പറഞ്ഞാൽ 250 മടങ്ങായിട്ട് ഈ വാതകത്തിൻ്റെ LPGക്ക് വികസിക്കാൻ കഴിയും. അപ്പോൾ അതവിടെ ഒരു പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. ഗ്യാസ് ലീക്ക് ഉണ്ടെന്ന് ബോധ്യമായ വീടിന് പുറത്തു നിന്ന് വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക. വെളിയിൽ പോയിട്ട് വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക. റെഗുലേറ്റർ ഓഫ് ചെയ്ത് സിലിണ്ടർ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റുക. വാതിലുകളും ജനലുകളും തുറന്നിടുക. അഗ്നിശമന സേനയുടെ ടോൾ ഫ്രീ നമ്പറായ 101 വിളിച്ച് സഹായം ആവശ്യപ്പെടുക. മതിയായ പരിശീലനം സിദ്ധിച്ച രക്ഷാപ്രവർത്തകർ നനവുള്ള ചണച്ചാക്ക് കൊണ്ട് സിലിണ്ടറിന്റെ വായറ്റം മൂടി ഓക്സിജനുമായുള്ള സമ്പർക്കം ഒഴിവാക്കി തീ കെടുത്തും. ഫ്ലാറ്റിന് അല്ലെങ്കിൽ മുകൾ നിലയിലാണ് തീപിടുത്തം ഉണ്ടായതെങ്കിൽ രക്ഷയ്ക്കായി ലിഫ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. സ്റ്റെയർകേസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. വാതകമോ പുകയോ ശ്വസിക്കാത്ത വിധത്തിൽ മൃദുവായ തുണി കൊണ്ട് മൂക്കും വായും മൂടണം. ഫോസ് രൂപപ്പെട്ടത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് അവ ഭാവി തലമുറയ്ക്ക് കൂടി ഉപകാരപ്പെടും വിധം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ ഇത് വായിക്കാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടാവാം. അത് നമുക്ക് യൂസ് ആവും, പറയാൻ പറ്റില്ല, ആവാതിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ LPGയെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അടുത്തത് ബയോമാസ്. എന്താണ് ബയോമാസ് എന്ന് പറയുന്നത്? വിറക്, ചാണക വറളി എന്നിവ പുരാതന കാലം മുതലേ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ്. ഇത്തരം ഇന്ധനങ്ങൾ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്നവയായതിനാൽ ഇവ ജൈവാവശിഷ്ടങ്ങൾ അഥവാ ബയോമാസ് എന്ന് പറയും. ഈ ചെടികളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും കിട്ടുന്ന ഈ വിറകും ചാണക വറളിയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ബയോമാസ് എന്ന് പറയുന്നത്.
ഇത്തരം ജൈവാവശിഷ്ടങ്ങളുടെ ജ്വലനം ഭാഗിക ജ്വലനമായിരിക്കും. ഭാഗിക ജ്വലനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത് ഓക്സിജന്റെ കുറവ് മൂലം ഉണ്ടാവുന്നതിന് ഭാഗിക ജ്വലനം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞത് കൂടുതലായിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുക, കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ പറഞ്ഞു തീർന്നിട്ടുള്ളൂ. അപ്പോൾ ബയോമാസ് കഴിഞ്ഞു. അടുത്ത ബയോഗ്യാസ്. ജൈവാവശിഷ്ടങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിച്ചാൽ ഓക്സിജന്റെ അഭാവത്തിൽ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ബയോഗ്യാസ് ഉണ്ടാകുന്നു. ഇതിലെ പ്രധാന ഘടകം മീഥേനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അപ്പോൾ ബയോഗ്യാസിലെ പ്രധാന ഘടകം എന്താണ്? മീഥേനും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ബയോഗ്യാസിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. പ്ലാന്റിൽ നിന്നും പുറന്തള്ളുന്ന സ്ലറി നല്ല വളമാണ്. ബയോമാസിനെ ബയോഗ്യാസ് ആക്കി മാറ്റുമ്പോൾ കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനങ്ങൾ ലഭിക്കുന്നു എന്ന് മാത്രമല്ല അന്തരീക്ഷ മലിനീകരണം കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ബയോമാസ് എന്ന് പറഞ്ഞത് ഈ ചാണകം അതുപോലെയുള്ള സാധനങ്ങളാണ്. അതെന്ത് ചെയ്യുക, നമ്മൾ ഈ ബയോഗ്യാസ് ആക്കി മാറ്റുന്നതിലൂടെ എന്തായി കിട്ടുമെന്നാണ് പറയുന്നത്, കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം ലഭിക്കുകയും ചെയ്യും, അന്തരീക്ഷ മലിനീകരണം കുറയുകയും ചെയ്യും. ഈ ബയോഗ്യാസിലുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മീഥേനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഇനി കുറച്ച് കലോറി മൂല്യങ്ങൾ തന്നിട്ടുണ്ട്. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിന്റെ അളവാണ് ആ ഇന്ധനത്തിന്റെ കലോറി മൂല്യം എന്ന് പറയുന്നത്. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിന്റെ അളവാണ് ആ ഇന്ധനത്തിന്റെ കലോറി മൂല്യം എന്ന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഹൈഡ്രജന്റെ വരുന്നത് എത്രയാണ്? ഹൈഡ്രജന്റെ 1.5 ലക്ഷം കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് വരുന്നത്. 1.5 ലക്ഷം കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് ഹൈഡ്രജന്റെ കലോറി മൂല്യം വരുന്നത്. CNGയുടെ കലോറി മൂല്യം എത്ര വരുന്നത്? 50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ചാണക വരളിയുടെ കലോറി മൂല്യം 6,000 മുതൽ 8,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. LPGയുടെ 55,000 കിലോ ജൂൾ പെർ കിലോഗ്രാമും ബയോഗ്യാസിന്റെ 30,000 മുതൽ 40,000 കിലോ ജൂൾ പെർ കിലോഗ്രാമും കൽക്കരിയുടെ 25,000 മുതൽ 33,000 കിലോ ജൂൾ പെർ കിലോഗ്രാമും പെട്രോളിന്റെ 45,000 കിലോ ജൂൾ പെർ കിലോഗ്രാമുമാണ് വരുന്നത്. മീഥേന്റെ വരുന്നത് 50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഇനി ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലും ഉയർന്ന കലോറി മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും ഉയർന്ന കലോറി മൂല്യം ഏതിനാണുള്ളത്? ഹൈഡ്രജൻ ആണ് അല്ലേ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? പെട്ടെന്ന് തീ പിടിക്കും, പെട്ടെന്ന് സ്ഫോടനവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ സംഭരിക്കാനോ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രജൻ അങ്ങനെ ഉപയോഗിക്കാത്തത്. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിന് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിന് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഉപയോഗിക്കുന്നു. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിനാണ് ഈ ഫ്യൂവൽ സെൽ ഉപയോഗിക്കുന്നത്. എന്താണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്ന് മനസ്സിലായല്ലോ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉയരത്തിൽ കെട്ടിനിർത്തിയ ജലം പെൻ സ്റ്റോക്ക് പൈപ്പ് വഴി താഴത്തേക്ക് ഒഴുക്കി ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. എങ്ങനെയാണ്? ഉയരത്തിൽ കെട്ടിനിർത്തിയ ജലം പെൻ സ്റ്റോക്ക് പൈപ്പ് വഴി താഴത്തേക്ക് ഒഴുക്കി ടർബൈൻ കറക്കിയിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ്. അതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിന് കുറച്ച് ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലെ പള്ളിവാസൽ, മൂലമറ്റം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം പവർ സ്റ്റേഷനുകളാണ്. അപ്പോൾ പള്ളിവാസൽ, മൂലമറ്റം എന്നിവ എങ്ങനത്തെ പവർ സ്റ്റേഷനാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ്. അതിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? ഉയരത്തിൽ കെട്ടിനിർത്തിയ ജലം പെൻ സ്റ്റോക്ക് പൈപ്പ് വഴി താഴത്തേക്ക് ഒഴുക്കുന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം ചോദിച്ചാൽ സ്ഥിതികോർജ്ജം എന്തായി മാറും? ഗതികോർജ്ജമായി മാറും. അതായത് കെട്ടിനിർത്തിയ വെള്ളം ഒഴുക്കിക്കളയുമ്പോൾ അത് ഗതികോർജ്ജമാവും. അവിടെ താഴെ വന്ന് ടർബൈൻ കറക്കുമ്പോൾ അത് യാന്ത്രികോർജ്ജമാവും. ടർബൈൻ കറക്കിയിട്ട് വൈദ്യുതി ഉണ്ടാക്കും. അപ്പോൾ അത് എന്തായി മാറും? വൈദ്യുതോർജ്ജമായി മാറും. തെർമൽ പവർ സ്റ്റേഷൻ. എന്താണ് തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്? കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് എന്നീ ഇന്ധനങ്ങൾ കത്തിച്ച് ജലത്തെ ഉന്നത മർദ്ദത്തിനും താപനിലയിലുമുള്ള നീരാവിയാക്കി മാറ്റും. അപ്പോൾ തെർമൽ പവർ സ്റ്റേഷന് ജലത്തെ എന്താക്കി മാറ്റും? ഈ കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് ഒക്കെ ഉപയോഗിച്ച് ഉന്നത മർദ്ദത്തിലുള്ള നീരാവിയാക്കി മാറ്റും.
നീരാവിയുടെ ശക്തി ഉപയോഗിച്ചിട്ട് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. നെയ്വേലി, കായംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം പവർ സ്റ്റേഷനാണ്. അപ്പോൾ തെർമൽ പവർ സ്റ്റേഷൻ ഉദാഹരണം ചോദിച്ചാൽ നെയ്വേലി, കായംകുളം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉദാഹരണം ചോദിച്ചു പറഞ്ഞാൽ കേരളത്തിലെ പള്ളിവാസൽ, മൂലമറ്റം എന്നിവയാണ്. ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? തെർമൽ പവർ സ്റ്റേഷനിൽ എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു രാസോർജം, കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റിലുള്ള രാസോർജത്തെ എന്താക്കി മാറ്റും? കത്തിച്ചിട്ട് താപോർജ്ജമാക്കി മാറ്റും. എന്നിട്ട് എന്താക്കും? അതിൽ നിന്ന് നീരാവി ഉണ്ടാക്കി അതിനെ ടർബൈൻ കറക്കുമ്പോൾ യാന്ത്രികോർജ്ജമാക്കും. അത് പിന്നീട് എന്തായി മാറും? വൈദ്യുതോർജ്ജമാക്കി മാറ്റും. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉദാഹരണം മൂലമറ്റം, കുറ്റ്യാടി, പള്ളിവാസൽ എന്നിവയൊക്കെയാണ്. മൂലമറ്റം, കുറ്റ്യാടി, പള്ളിവാസൽ എന്നിവ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉദാഹരണമാണ്. തെർമൽ പവർ സ്റ്റേഷന് നെയ്വേലി, കായംകുളം, രാമകുണ്ടം എന്നിവ തെർമൽ പവർ സ്റ്റേഷനും ഉദാഹരണമാണ്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് കുറച്ചും കൂടി നോക്കാനുണ്ട്. സൗരോർജ്ജത്തെക്കുറിച്ചിട്ട് ഇനി നോക്കാനുണ്ട്. അതുപോലെ സോളാർ തെർമൽ പ്ലാന്റ്, കാറ്റിൽ നിന്നുമുള്ള ഊർജ്ജം, വേലിയേറ്റത്തിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം. ഊർജ്ജത്തെക്കുറിച്ച് പഠിക്കാനെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ക്ലാസ് ആണ്. കാരണം നമ്മുടെ ക്ലാസ് നീണ്ടിട്ട് പോകുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് അതിൽ ശ്രദ്ധ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിന്ന് ഈ ക്ലാസ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ തന്നെ രണ്ടാമത് ഇതിൻ്റെ ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നുണ്ടാവും. നാളെ തന്നെ ഇതിൻ്റെ അടുത്ത ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, പുതിയ ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.